വീഡിയോയിലേക്ക് സ്വാഗതം. ദിസ് ഈസ് ജംഷിദ് ഗഫൂർ, യോ ബാഡി ട്രാവൽ. പറഞ്ഞതുപോലെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കുറേ ഗ്യാപ്പ് വന്ന് ഒരു വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ട് ഒരു മാസമായിട്ടായി. അപ്പോൾ ഒന്നാമത് നാട്ടിൽ നിന്ന് പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ പോകാനുള്ളൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടിയിൽ നമ്മൾ പോകുന്നതാണെന്ന് വെച്ചാൽ, ഇപ്പോൾ പുളിങ്ങോം മക്കാമുറൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുളിങ്ങോം മക്കാമുറൂസ് വർഷങ്ങളായിട്ട് ഏകദേശം ഒരു ഓർമ്മ വെച്ച കാലം മുതൽ കേൾക്കുന്ന ഒരു സംഭവമാണ് ഈ പുളിങ്ങോം മക്കാമുറൂസ്. പക്ഷേ ഇതുവരെ അവിടെ പോകാനുള്ളൊരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു അവസരം കിട്ടിയില്ല. ആദ്യമായിട്ടാണ് പുളിങ്ങോം മക്കാമുറൂസിൽ പോകുന്നത്. അപ്പം സത്യം പറഞ്ഞാലും പുളിങ്ങോം മക്കാമുറൂസിൽ പോകുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം, നേർച്ചയ്ക്കാനെന്നല്ല, അവിടുത്തെ ചന്തയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ കാട്ടിലപ്പള്ളി നേർച്ച കഴിഞ്ഞു, പക്ഷെ അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും പുളിങ്ങോം മക്കാമുറൂസിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ഇനി മാക്സിമം വീഡിയോ ഗ്യാപ്പില്ലാണ്ട് തന്നെ ഇടാൻ ഞാൻ ശ്രമിക്കും. ഒന്നാമത് പറഞ്ഞതുപോലെ പിന്നെ വേറൊരു കാര്യം കൂടി ഇങ്ങോട്ട് പറയാനുണ്ട്. അത് പിന്നീട് വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ അല്ല വേണ്ട പിന്നീട് പറയാം. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ പുളിങ്ങോം മക്കാമുറൂസിലേക്ക് പോകാം. കമാൻ. ഹൃദയത്തിൽ കോർത്തുവെക്കാം ഞാൻ അസ്സലാത്തു വസ്സലാമു അലൈക എടുത്തിട്ടുള്ളൂ. എല്ലാം കൊള്ളാം. ശ്രദ്ധിക്കുക, പയ്യന്നൂർക്കുള്ള ലാസ്റ്റ് ബസ് ഇന്നും പ്രസിദ്ധമായ പുളിങ്ങോം മക്കാമുറൂസിന്റെ ഇന്നത്തെ ദിഷണാശാലിയായ പ്രഭാഷകൻ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇന്നും സന്നദ്ധാനം നടത്തുന്നു. തുടർന്ന് പാണക്കാട് സയ്യിദ് മുഖ്താർ അലി ശിഹാബ് തങ്ങൾ അനുഗ്രഹ പ്രഭാഷണം നടത്തുമ്പോൾ പ്രസംഗവേദിയിലെ പ്രൗഢോജ്വല പ്രതി
ഒഴുകിയെത്തുന്ന ഭാഷാവേദിയിൽ അല്പസമയത്തിനകം ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സഖാഫി എന്നെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു. സൗഹൃദം അന്നദാനം വൈകുന്നേരം സൗഹൃദ സംഗമം കേരളത്തിലെ മത സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രഗത്ഭരും പ്രശസ്തരും അണിനിരക്കുന്ന സൗഹൃദ സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന ക്രമം നമ്മുടെ നാടിന്റെ സ്വന്തം MP മണ്ഡലത്തിന്റെ കരുത്തനായ MLA ശ്രീ ടി മധുസൂദനൻ മുഖ്യപ്രഭാഷണം നടത്തുന്നു. വിശിഷ്ട ഇപ്പോൾ പ്രഭാഷണ വേദിയിലെ വെള്ളി നക്ഷത്രം ബഹുമാനപ്പെട്ട ഉസ്താദ് ഷമീർ വബി കരുവാരക്കുണ്ട് മുഖ്യപ്രഭാഷണം നടത്തുന്നു. തുടർന്ന് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സഖാഫി മതപ്രഭാഷണം നടത്തുന്നു. എവരെയും സൗഹാർദ്ദപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. ഫെബ്രുവരിയുടെ ഹിമപാതനേറ്റ് തണുത്തുറഞ്ഞ സദസ്സിന് ശേഖനാഥികെ അബൂബക്കർ ഫൈസി സന്നദ്ധാനം നടത്തുമ്പോൾ അപ്പൊ പറഞ്ഞതുപോലെ ഇതാണ് നമ്മുടെ എന്താ പറയാ പുളിങ്ങോ മക്കാം ഉറൂസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഭാവനയിൽ ഉണ്ടായ ഒരു പുളിങ്ങോ മക്കാം ഉറൂസ് ഉണ്ട്, അതല്ല, അതൊരു എൻറ്റയർലി ഡിഫറെന്റ് ആണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഏകദേശം 6:30 മണിക്കാണ് ഇവിടെ എത്തിയത്. മകരവിഭാഗം കൊടുക്കുന്നതിന്റെ ഒരു 10 മിനിറ്റ് മുമ്പ്. അന്നേരം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാട്ടിലപ്പള്ളി ദർശനം ഉണ്ടാകുന്നതിന്റെ 10-1 വരെ ഉണ്ടായിട്ടില്ല, അത്ര കടകളും ഇല്ല. പക്ഷെ ഇപ്പം മകരവിഭാഗം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. മകരവിന് ശേഷം മകരവിന് മുമ്പ് ഒരു 300 പേരാണെങ്കിൽ മകരവിന് ശേഷം 1000 വരെ കാര്യത്തിന്റെ മുകളിലും ആൾക്കാരുണ്ട്. അപ്പം ഞാൻ ഇപ്പൊ കാണിച്ചത് ചന്തയാണ് ഇവിടെ ടോട്ടലി ഉള്ളത്, അല്ലാണ്ട് വേറെ കൂടുതലൊന്നുമില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളിങ്ങോ മക്കാം ഉറൂസിന്റെ ഒരു ചരിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ ഉസ്താദിനോട് ചോദിച്ചു മനസ്സിലാക്കിയാണ്. 4 കബറുകൾ ഉണ്ട് ഇവിടെ. അതിൽ 2 കബറും പുറത്ത്, അതായത് പള്ളിയിലേക്ക് കയറുന്ന എൻട്രൻസിന്റെ അവിടെയും, ഒരു കബറ് പള്ളിയുടെ സൈഡിലായിട്ട് മക്കാം എന്ന് പറഞ്ഞിട്ട്, വേറൊരു പള്ളി വേറെ തന്നെ, വേറൊരു കബറ് വേറെ തന്നെ പള്ളിയുടെ റൈറ്റ് സൈഡിൽ വേറെ തന്നെ മറ്റേ റൂമും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് അവിടെ ഒരു കബറുണ്ട്. അപ്പോൾ അതാണ് മെയിൻ ഷെയ്ഖ് വലിയുല്ലാഹി എന്ന് പറയുന്ന ആളുടെ കബറാന്നാണ് പറയുന്നത്. ഇവരെന്ന് പറഞ്ഞാൽ 4 പേര് അറേബ്യയിൽ നിന്ന് ഇസ്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഇവിടെ എത്തിയപ്പോൾ ഇവിടുന്ന് മരണപ്പെട്ട ആൾക്കാരാണെന്നാണ് പറയുന്നത് ഈ 4 കബറുകൾ. അതിൽ മെയിനാണ് ഈ ഷെയ്ഖ് വലിയുല്ലാഹി. അവർക്ക് പ്രത്യേകം തന്നെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ ഇവിടെ വന്നിട്ട് വലിയുല്ലാഹിൻ്റെ ഒരു ഹദിയ, ഒരു യാസിൻ ഹദിയ ചെയ്തിട്ട് അള്ളാഹുവിനോട് ദ്വാരക്കുന്നു എന്നാണ് പറയുന്നത്. എനിക്ക് ഇതിനെപ്പറ്റി എല്ലാം കൂടുതൽ അറിവില്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കില്ല. ചരിത്രം ഇതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. പിന്നെ ഞാൻ നേരത്തെ നിങ്ങളോട് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. അത്
അത് പിന്നെ പറയാം. അത് വേറൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കുവൈത്തിൽ നിന്നും ക്യാൻസർ നാട്ടിലേക്ക് വരുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. നാട്ടിൽ തന്നെ ജീവിക്കാമെന്നൊക്കെ കരുതിയിട്ട്. പക്ഷേ നടക്കൂല. കാരണം എന്താ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിന് ഇതുവരെ എനിക്കൊരു രൂപ വരെ വരുമാനം എനിക്ക് കിട്ടിയിട്ടില്ല. 4600 അല്ലെങ്കിൽ അതിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷേ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ 200 300 ഒക്കെയാണ് വ്യൂ വരുന്നത്. ആ 4600 ഒരു പകുതി ആൾക്കാർ, ഒരു 2500 ആൾക്കാരെങ്കിലും ഞാൻ സ്ഥിരം ഇടുന്ന വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാ വീഡിയോ കാണുന്നതെങ്കിൽ എനിക്ക് ഇപ്പോൾ ഒരു വരുമാനം വന്നിട്ടുണ്ടാവും. പക്ഷേ 300 400 അങ്ങനെയൊക്കെയാണ് ആൾക്കാർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രൂപ വരെ യൂട്യൂബ് കിട്ടിയില്ല. നാട്ടിലാണെങ്കിൽ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടോ അല്ലെങ്കിൽ വേറൊരു പണിയെടുത്തൊന്നും എവിടെ എത്തുന്നില്ല. ഒന്നും മാസത്തിലുള്ള ചെലവിന് വരെ മര്യാദയ്ക്ക് എത്താത്ത കടം വാങ്ങേണ്ട ഒരവസ്ഥയിലാണ് ഇപ്പോൾ 2 വർഷമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ UAE-യിലേക്ക്, അതായത് അബുദാബിയിലേക്ക് ഒരു വിസിറ്റിംഗ് വിസ എടുത്തിട്ട് പോകാനുള്ള പരിപാടിയിലാണ്. വീണ്ടും നമ്മൾ വേണ്ട എന്ന് കരുതിയിട്ട് ഉറപ്പിച്ചിട്ട് ഊരിക്കളഞ്ഞ ഒരു സാധനമാണ് ഈ പ്രവാസം. അത് വീണ്ടും എടുത്ത് അണിയാൻ പോവാണ്. അപ്പം ഇന്നിപ്പം 4-ാം തീയതി ആയി, അതായത് ഫെബ്രുവരി 4. ഫെബ്രുവരി ഒരു 15-ന്റെയും 16-ന്റെയും മുമ്പായിട്ട് ഞാൻ എന്തായാലും UAE-യിലേക്ക് 2 മാസത്തെ വിസിറ്റിംഗ് വിസ എടുത്തിട്ട് പോകാൻ പോവാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കും. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ അമർത്തുക. എന്നാലേ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെയും ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയും ലിങ്കുകളുണ്ട്. അതിൽ കയറി മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ പുതിയ എന്തെങ്കിലും ആയിട്ട് വീണ്ടും വരുന്നത് വരെ ജംഷദ് ഗഫൂർ, യോ ബഡി ട്രാവലർ.